ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ലോകത്തിൽ നഷ്ടങ്ങൾ സഹിക്കുമ്പോൾ ദൈവരാജ്യത്തെ പ്രതി പലതും വേണ്ട എന്ന് വെക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് നൽകുന്ന വലിയ പ്രതിഫലത്തെക്കുറിച്ച്. ധനവാന്മാർ സ്വർഗരാജ്യം അവകാശപ്പെടില്ല എന്ന പരിചിന്തനത്തിൻ്റെ തുടർച്ച എന്നോണമാണ് ഈ തിരുവചന ഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുക. ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് നഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറാവുക. ഈ ലോകം വലുതെന്ന് കരുതുന്നതിനെയൊക്കെ ഉപേക്ഷിക്കാനുള്ള മനസ്സ് കാണിക്കുക. അവിടെയാണ് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതി, ശിഷ്യത്വത്തിൻ്റെ പുണ്യം നമ്മളെ വചനം ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവരാജ്യം സ്വന്തമാക്കാനായിട്ട് പലതും വെടിയുവാനും നമ്മുടേതല്ല എന്ന് വിചാരിക്കാനും സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെയാണ് എൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കപ്പെടുന്നതെന്നും ഈ ധനസമ്പാദന വ്യഗ്രതയാണ് എൻ്റെ ജീവിതത്തെ വളർത്തുന്നത് എന്നും നാം വിചാരിക്കുമ്പോൾ, എങ്ങനെയും പണമുണ്ടാക്കാനും എങ്ങനെയും സമ്പത്ത് ശേഖരിക്കാനും ഈ ലോകം എനിക്ക് തന്നു എന്ന് ഞാൻ കരുതുന്ന എൻ്റെ വിഭവങ്ങളിൽ, എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ സുരക്ഷിതത്വങ്ങളിൽ അഭയം ഗമിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ അവിടെ ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാനാകുമെന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് നഷ്ടങ്ങൾ സഹിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുഖവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൻ്റെ കെട്ടുറപ്പുകളും മാത്രമാണ് നമ്മളെ വഴി നടത്തുന്നത് എന്ന് നാം വിചാരിക്കരുത്. യേശുവിന് വേണ്ടി നാം എടുക്കുന്ന ചെറിയ സഹനങ്ങൾക്ക് പോലും അവിടുന്ന് ഏറെ വില നൽകും. രാവിലെ ഇടവക ദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ദൈവജനം, അവർ പലപ്പോഴും കഷ്ടപ്പാട് സഹിച്ച് തന്നെ വരിക. വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കണം, പള്ളിയിലേക്ക് ചിലപ്പോൾ നടന്നു വരേണ്ടി വരും, തണുപ്പുണ്ട്, സുഖമായിട്ട് കിടന്നുറങ്ങാവുന്നൊരു പ്രഭാതമായിരുന്നു. പക്ഷേ എൻ്റെ ഉറക്കത്തിൻ്റെ സുഖം, എൻ്റെ നടപ്പിൻ്റെ ത്യാഗം, ഇതെല്ലാം ഞാൻ എടുത്തെടുത്ത് എൻ്റെ ദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അതിന് ദൈവം കരുതി വച്ചിരിക്കുന്ന ഒരു സമ്മാനമുണ്ട്. അത് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണല്ലോ ഞായറാഴ്ച കുർബാന എന്ന ഒരു കടമ തീർക്കൽ കൊണ്ട് ഒരു ആവറേജ് ഇടവകയിലെ ആവറേജിൽ കൂടുതൽ ആൾക്കാരും അങ്ങനെയൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. കടമുള്ള ദിവസങ്ങളിൽ മാത്രം പള്ളിയിൽ പോയാൽ മതി. നമ്മുടെ ഇടവക ദേവാലയത്തിൽ അനുദിനം അർപ്പിക്കപ്പെടുന്ന ബലിയിൽ വരാത്തവരിലേറെയും ജോലിഭാരം കൊണ്ടോ രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുള്ള വ്യഗ്രത കൊണ്ടോ ഒന്നും അല്ല ദേവാലയത്തിൽ വരാത്തത്. അത് കൽപ്പനയിൽ പെട്ടിട്ടില്ല. ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ദിവസം കുർബാനയിൽ പോകുന്നത് എന്തോ കുറവായിട്ടോ ആവശ്യമില്ലാത്ത കാര്യമായിട്ടോ നമ്മങ്ങ് കരുതി വച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, കുംഭസാരത്തിൽ ഏറ്റുപറയേണ്ട പാപമാണതെന്ന് നാം തിരിച്ചറിയണം. സന്ധ്യാപ്രാർത്ഥന ചെല്ലാതെ ടി വിയിലെ സീരിയൽ കണ്ടിരുന്നാൽ അതിനൊരു സുഖമുണ്ട്. മൊബൈൽ ഫോണിൽ ഞെക്കിയും തോണ്ടിയും കളിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊരു സുഖമാണ്. പക്ഷേ ഇത് രണ്ടും വേണ്ട എന്ന് വെച്ച് എൻ്റെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ കുറേ സമയം ചെലവഴിക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ അവിടെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതിന് ദൈവം നൽകുന്ന പ്രതിഫലം വലുതാണ്. പഠിക്കാതെ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി പുണ്യാളച്ചന്മാരുടെ പിന്നാലെ പോയാൽ അവർ നമ്മളെ രക്ഷിക്കുമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. അധ്വാനിക്കാനും കഷ്ടപ്പെടാനും തയ്യാറാകാത്തൊരു വിദ്യാർത്ഥിക്ക് ജീവിത വിജയം ഉണ്ടാവില്ല. അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറയുന്നത്, ദൈവത്തോടൊത്തുള്ള വാസം എന്ന് പറയുന്നത് സഹനവും ത്യാഗവും കഷ്ടപ്പാടും ഒക്കെ നിറഞ്ഞത് തന്നെ.
നമ്മുടെ വഴികളിൽ അത്തരം പുണ്യങ്ങൾ നിറയ്ക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. എൻ്റെ തമ്പുരാന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുണ്യ വഴികൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് ആഗ്രഹിക്കാം. കുറവുകൾ, ബലഹീനതകൾ അവൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, നമുക്ക് ഈ ലോകത്തോടുള്ള കെട്ടുപാടുകളിൽ നിന്ന് വിട്ട്, ഈ ലോക ബന്ധനങ്ങളിൽ നമ്മുടെ കൊക്കും ചുണ്ടും നഖവും മുടക്കി കിടക്കാതെ ദൈവരാജ്യത്തിൻ്റെ പുണ്യപൂർണതയിലേക്ക് പറന്നുയരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ എല്ലാം ഉപേക്ഷിച്ച് അവിടുത്തെ അനുഗമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈശോ അവർക്ക് കൊടുക്കുന്ന ഒരു അപ്ലോസ് ഉണ്ട്, അപ്രീസിയേഷനുണ്ട്. നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റെടുക്കുന്ന ഈ വലിയ ത്യാഗത്തിന് നിങ്ങൾക്ക് വലിയ പ്രതിഫലം ദൈവം കരുതി വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വന്തമാകാൻ, ദൈവത്തോടൊത്തായിരിക്കാൻ, നഷ്ടങ്ങൾ സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.